क्यों तूने मेरी फुर्सत की ഒരു വർഷമായിട്ട് എഡിറ്റ് ചെയ്യുന്ന അൻസു തന്നെയാണോ? ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എഡിറ്റ്. നന്നായിട്ട് അറിയായിരുന്നു ഈ ചോദ്യം തൊണ്ടേക്കറി കുരുങ്ങി അത് വിട്. ഏറ്റവും ഇഷ്ടമുള്ള നടനാരാ? വിജയാണോ? എനിക്ക് പണ്ടൊട്ട് വിജയുടെ പടം അങ്ങനെ കാണുന്നത് എനിക്ക് പോലീസാണ്. കറണ്ട് ട്രെൻഡിനനുസരിച്ച് വീഡിയോ ചെയ്യണ്ടല്ലോ. ഞാൻ മറ്റാ മാർക്കോടതും ദൃശ്യത്തിന്റെയും കണ്ടായിരുന്നു. ഇതൊക്കെ ഇറങ്ങിയ പിന്നെ ഞാൻ എയറിലായിരിക്കും. ഏത് സ്കൂളിലാണ് പഠിക്കണേ? എനിക്ക് സെന്റ് ഇഗ്നേഷ്യസ്. സോഷ്യൽ മീഡിയയിലൂടെ നല്ല നല്ല കോണ്ടന്റുകൾ ചെയ്ത് എല്ലാവരെയും കുടുകുടാ ചിരിപ്പിക്കുന്ന ഒരു കൊച്ചുമിടിക്കാണ് ഇന്ന് ഫിൽമി ബീച്ചിനൊപ്പം ഉള്ളത്. വെൽക്കം അൻസു. താങ്ക് യു. വെക്കേഷൻ ഒക്കെ ആയോ? ഇല്ല, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്റർവ്യൂ തരാൻ അൻസു വന്നത്. അപ്പോൾ അൻസുവിൻ്റെ കോണ്ടന്റുകളെല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന, പെട്ടെന്ന് ചിരിക്കാൻ റിലേറ്റബിൾ ആയിട്ടും ചെയ്യുന്ന കോണ്ടന്റ്സുകളാണ്. അങ്ങനെയുള്ള കോണ്ടന്റുകൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? മെയിനായിട്ട് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാവണം, അങ്ങനെ ക്ലിക്കാവാതിരിക്കരുത്. എല്ലാം മനസ്സിലായി സംഭവം, അതിനെ നമ്മളെന്താ ഉദ്ദേശിച്ചതെന്ന് അവർക്കാണ് മനസ്സിലാവും. അൻസുവിൻ്റെ കൂടെ ഒരു പട ആൾക്കാരാണുള്ളത്. ഓരോ റീൽ ചെയ്യുമ്പോഴും ഓരോ പുതിയ ആൾക്കാരെ ചിലപ്പം കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇഷ്ടം പോലെ വഴി പോകുന്ന അങ്കിള്, ആൻറ്റിമാര് എല്ലാവരും ഉണ്ട്. ഇതൊക്കെ നാട്ടുകാരായിരിക്കില്ലേ? സ്വന്തം നാട്ടുകാരാ, കൂട്ടുകാരുണ്ട്. ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിൽ ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന എൻ്റെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അമ്മമാരുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്, ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരെയൊക്കെ വിളിക്കുമ്പോൾ ഇവരെന്താ പറയാ, വരാൻ താല്പര്യമാണെന്നാണോ, എങ്ങനെയാ? ആദ്യമൊക്കെ ഇവർക്ക് മടിയുണ്ടായി. പിന്നെ അവര് ശാന്താമ്മക്ക് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും എപ്പോഴാ ഉള്ളേ, ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ, ശനിയാഴ്ച ഞായറാഴ്ച വീഡിയോ എടുക്കുന്നത്, അപ്പൊ അന്ന് വിളിച്ച് ചോദിക്കും ഇന്ന് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. ഇപ്പൊ മിക്കൊരു വിളിച്ച എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം ഓരോരുത്തർ ചെല്ലുമ്പോഴത്തേക്ക് അവരെ അറിയപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്, ആ വീഡിയോയിലുള്ളതല്ലേ, ഫോട്ടോ എടുത്തോട്ടെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവരിങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അൻസു കുറച്ചും കൂടെ ഫേമസ് ആവുന്നത് ഈ റീൽസും വീഡിയോസും ഒക്കെ ചെയ്തിട്ടാണ്. പക്ഷെ അൻസു ഒരു ആക്ട്രസും കൂടെയാണ്, ഒരു ബാലതാരമായിട്ട് ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏതൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള? ജാനേമൻ, ലവ് വാഷൻ ഡ്രാമ, പിന്നെ നാഷണൽ അവിടെ കിട്ടിയ കള്ളനോട്ടം, കേശുണ്ടനാഥൻ, പിന്നെ എന്താ പറയുന്നത്, പിന്നെ ആദിരാത്രി, കുമ്പാരിസ്, അങ്ങനെ കുറച്ച് പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മിഥുൻ മനോൽ സാറിന്റെ ആണലി എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് ചെയ്ത് അഭിനയിച്ചു കഴിഞ്ഞു, അതിന്റെ ബാക്കി പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അപ്പം ചെറുതാണ്, എന്നാലും ചെറുതിലെ തൊട്ടേ അഭിനയമാണ് ഇഷ്ടം. സിനിമ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോണ്ടന്റുകൾ ചെയ്യുക, അങ്ങനത്തെ ആണോ? എനിക്ക് വീഡിയോനെ രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്, എന്നാലും കുറച്ചും കൂടെ സിനിമ ഡയറക്ഷൻ, അങ്ങനെ ഒരു ഡയറക്ഷൻ ഇഷ്ടമാണ്. ഞാൻ എവിടെയോ കണ്ടിരുന്നു, ഏതൊരു സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്നു, ഷോർട്ട് ഫിലിം, അങ്ങനെ എന്തോ ഒരു ഷോർട്ട് ഫിലിം, ചുരുളെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം അൻസുമരി ഒഫീഷ്യൽ എൻ്റെ ചാനലിലെ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തത്. അപ്പം ഭാവിയിൽ ഒരു ഡയറക്ടറും കൂടെയാണ് ആണെന്നാണ് ആഗ്രഹം. ലക്ഷ്യം അതാണ്. എല്ലാ ആക്ട്രസും ആവണം, ഡയറക്റ്റും ചെയ്യണം എന്നാണ് ഫിലിമിലോട്ടുള്ള ഒരു ആഗ്രഹം. അൻസു നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എത്രാം ക്ലാസ്സിൽ അൻസു പഠിക്കണേ? ഞാൻ 8th പഠിക്കുന്നത്. ഭയങ്കര സ്പീഡായിട്ട്, അത് വീഡിയോസിലായാലും ഡയലോഗ്സ് എല്ലാം ഭയങ്കര സ്പീഡിലാണ് അൻസു പറയുന്നത്. അതെനിക്ക് അറിയത്തില്ല, എൻ്റെ സ്ലാങ് ശരിക്കും പറഞ്ഞാൽ എറണാകുളം അല്ല, കോട്ടയല്ല, അങ്ങനത്തെ ഒരു സ്ലാങ്ങാണ്. ബിക്കോസ് എൻ്റെ കൂട്ടുകാരുടെ സ്ലാങ് ഞാൻ 2 ദിവസം അവരോട് താമസിച്ച് അല്ലെങ്കിൽ അവരോട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി അവരുടെ സ്ലാങ് എനിക്ക് വരും. അങ്ങനെ വന്നു. അപ്പോൾ എല്ലായിടത്തും കൂടെ കിട്ടി. ഇപ്പോൾ വേറെ ലൊക്കേഷനിലൊക്കെ പോവുകയാണെങ്കിലും വേറെ സ്ലാങ് ഉള്ള ആൾക്കാരും അങ്ങനെ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അപ്പൊ അവരോടൊക്കെ ഇങ്ങനെ മിണ്ടി പിന്നെ അവരുടെ സ്ലാങ് എനിക്ക് കിട്ടും. എൻ്റെ സ്ലാങ് അല്ല ഇത് എറണാകുളം അല്ല. അപ്പോൾ പഠിത്തവും ഈ കോണ്ടന്റ് ക്രിയേഷനും ഒക്കെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? രണ്ടിനും സെപ്പറേറ്റ് സമയം വയ്ക്കാറുണ്ടോ? അല്ലെങ്കിൽ വീട്ടുകാർ എന്തായാലും പഠിക്കാൻ പറയുമല്ലോ, അപ്പം എങ്ങനെയാണ്? അത് ശനിയാഴ്ച ഞായറാഴ്ചയാണ് ഞങ്ങൾ ഓൾറെഡി വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് തന്നെ എഡിറ്റ് ചെയ്യും. സാറിന് ജയകൃഷ്ണൻ സാറിന് പറഞ്ഞൊരു സാറുണ്ട്, ആ സാറിന് അയച്ചു കൊടുക്കും. സാറ് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയും, ചെയ്യും. പഠിത്തം ട്യൂഷൻ ക്ലാസ് ഉള്ളത് കൊണ്ടും ക്ലാസ്സിൽ മുമ്പാണ് പഠിക്കാറ്. എപ്പോഴും പഠിക്കില്ല, എന്നാലും വല്ലപ്പോഴും പഠിക്കും. എപ്പോഴും പഠിക്കില്ല, വല്ലപ്പോഴും. അപ്പോൾ വഴക്കൊക്കെ പറയാറില്ലേ ഇങ്ങനെ വീട്ടിലൊന്ന്, ഈ സമയത്തിരുന്ന് പഠിച്ചൂടെ, പരീക്ഷയല്ലേ നാളെ, ഇങ്ങനെ കോണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ? വീട് പറയില്ല.
വീഡിയോ ചെയ്യുന്ന കാര്യം കൊണ്ട് പഠിക്കുക അങ്ങനെ പറയില്ല. എഡിറ്റ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് പഠിക്കാൻ നോക്ക് അങ്ങനെ പറയും. അപ്പൊ അൻസു ആണോ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്? ആ അതെ അതെ. അൻസു ആണോ എഡിറ്റ് ചെയ്യുന്നത്? അപ്പൊ സ്ക്രിപ്റ്റ് എഴുതുന്നതും ബാക്കി ഡയറക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതോ? സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഞാനാ. സ്ക്രിപ്റ്റ് എഴുതണത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജയകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞ സാറ് വീഡിയോ ക്രിയേറ്റർ ആണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, ആക്ടറാണ്. ഇപ്പോൾ ഒരു 2 പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാറ് സാറിന് എന്തെങ്കിലും ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുവാണെങ്കിൽ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറയും. സാറിന് എന്തെങ്കിലും ഐഡിയ കിട്ടുവാണെങ്കിൽ എന്നെയും വിളിച്ചിട്ട് പറയും. അപ്പൊ ഞങ്ങൾ ആരാണെന്ന് ഈ ജയകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞ ആള് ആരാണ്? അത് ഞാൻ കോമഡി ഉത്സവത്തിൽ സ്കിറ്റ് ചെയ്യാൻ പോയപ്പം സ്കിറ്റ് ഞങ്ങൾക്ക് റൈറ്ററും അതിന്റെ ഗ്രൂമറും ആയിരുന്നു സാറ്. ആ സാറ് പിന്നെ കമ്പനിയായി എന്റെ സ്വന്തം ചേട്ടനെ പോലെയൊക്കെ ആയി. പിന്നെ സാറാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. സാറ് കണ്ടന്റ് ഞങ്ങള് രണ്ടുപേരോട് ഡിസ്കസ് ചെയ്തിട്ട് കൗണ്ടർ കയറ്റും. അങ്ങനെ ഡിസ്കഷൻ വഴിയാണ് സെറ്റ് ആവുന്നത്, സ്ക്രിപ്റ്റ് ആവുന്നത്. പിന്നെ ക്യാമറ ഞാൻ തന്നെയാ, ക്യാമറ എടുക്കുന്നത് ഞാൻ തന്നെയാ. ഞാൻ ഫ്രെയിമിലാണെങ്കിൽ അമ്മ, പപ്പ, ചേട്ടൻ, ചേച്ചി അവരൊക്കെ നോക്കും. വീട്ടുകാരെല്ലാം ഇപ്പൊ സപ്പോർട്ടാണ് നല്ല. ഞാൻ ഓൾറെഡി സ്റ്റാൻഡിലാണ് ഫോൺ എടുക്കുന്നത്. അവര് ഫോക്കസ് ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് നിൽക്കും. ക്യാമറ ചെയ്യും, എഡിറ്റ് ചെയ്യും, സ്ക്രിപ്റ്റ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും, ഇത് അഭിനയിക്കും. എന്താ ഇനി ചെയ്യാത്ത? ഡാൻസ് കളിക്കോ? പാട്ട് പാടോ? ഡാൻസ് കളിക്കും. പാട്ട് വീട്ടിൽ പാടും. പക്ഷെ വേണ്ട, എനിക്ക് പാട്ട് വേണ്ട. ശരിക്കും എനിക്ക് അറിയത്തില്ല പാട്ട്. എനിക്ക് ഇഷ്ടമാണ് പാട്ട്, ചുമ്മാ പാടിക്കൊണ്ടേക്കാം. പക്ഷെ എനിക്ക് അല്ലാതെ ഞാൻ അങ്ങനെ പറയും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മനെ നോക്കണം എന്തിനാ? ചുമ്മാ പറഞ്ഞ കറക്റ്റാണെന്ന് അറിയാം. ഡാൻസ് കളിക്കും അറിയാം. ഡാൻസ് കളിക്കണോ? അയ്യോ അതാണ് കളിക്കാം, അത് വിഷയമില്ല. പാട്ട് പാടണം ചോദിച്ചില്ലേ? അപ്പൊ ഇത് എല്ലാരും ഓടും. എന്റെ പാട്ട് അത്ര ഫേമസ് ആണ്. അതെന്തേ? അല്ല, എന്റെ പാട്ട് കേട്ട ആരോടെ നിൽക്കും തോന്നല്ല. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഇറങ്ങിയ പിന്നെ ഞാൻ എയറിലായിരിക്കും. അങ്ങനെയൊന്നുമില്ല. അൻസുവിന് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും കമന്റ്സിലൊക്കെ മൊത്തം ഇതാ, നാളത്തെ മലയാള സിനിമയുടെ ഭാവി, നാളെ കുട്ടി എന്തായാലും മലയാള സിനിമയിൽ ഉണ്ടാകും എന്നാണ് എല്ലാരും പറയുന്നത്. ഞാൻ ലോകത്തുണ്ട്. എന്താ വേറെ ഇങ്ങോട്ട് പോകുമ്പോഴുള്ള ടുമാറോ, നാളെ 22-ാം തീയതി. ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാറ്? കാരണം അത്യാവശ്യം എല്ലാരും അറിയായിരിക്കുമല്ലോ, റീൽസ് ഒക്കെ ചെയ്യുന്ന അൻസു എന്നൊക്കെ പറഞ്ഞ അറിയായിരിക്കുമല്ലോ. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാറ്? ഫ്രണ്ട്സ്, എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറ്റേ VA പോലെ നീ വീഡിയോ ചെയ്യുന്നില്ല അങ്ങനെയൊന്നും കാണില്ല. എനിക്ക് അങ്ങനെ ആണെന്ന് കളിയാക്കും. ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ആണെന്ന് ഇഷ്ടമല്ല. കളിയാക്കൂല, കളിയാക്കും. ഇതിന്റെ കാര്യം പറഞ്ഞാൽ അമ്മരെ കളിയാക്കാറില്ല. അവർക്ക് അറിയാം, അവർക്ക് അത്യാവശ്യം അറിയാം ഇതൊക്കെ ആവശ്യമുള്ളതാണ്, നല്ല കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. വീഡിയോസ് ആണ് ഇന്നത്തെ വീഡിയോ ഓൾറെഡി അങ്ങനെയൊക്കെ പറയും. എനിക്ക് കൂടുതൽ മെയിൽ ഫ്രണ്ട്സ് ആണ് കൂടുതൽ. എന്നാലും ഫീമെയിൽസ് ഉണ്ട്. എന്നാലും എന്താ അവന്മാരാണ് കളിയാക്കുന്നത്. അവന്മാരുടെ കളിയാക്കലും ലിമിറ്റഡ് ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഗേൾസ് പറയാറുണ്ട് എന്താ ഇന്നത്തെ വീഡിയോ ഉള്ളായിരുന്നു. അവര് ഇടയ്ക്ക് കിച്ചു, കൃഷ്ണവന്, എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഫ്രണ്ട്സ് നന്ദു, അച്ചുകുട്ടൻ, ശ്രീഹരി, ദേവൻ, 2 ശ്രീഹരിയുണ്ട്, 2 നന്ദു ഉണ്ട്. അവരെല്ലാവരും ഒക്കെ എടുത്ത് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടും. ഒരു അമ്മുമ്മ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഭയങ്കര ടൈമിങ്ങിലെ ഡയലോഗ്സും പറഞ്ഞ ഭയങ്കര അഭിനയമാണ് പുള്ളിക്കാരി. ആരാണത്? അത് ശാന്താമ്മ എന്നാണ് പേര്. ശാന്ത എന്നാണ് പേര്, ഞങ്ങളുടെ ശാന്താമ്മ. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ഒരു അമ്മയാണ്. ഞങ്ങളെല്ലാവരും സ്വന്തം അമ്മേനെ പോലെയാണ്. കുഞ്ഞിലോട്ട് ഞങ്ങളെ എടുത്ത് വളർത്തുന്ന അങ്ങനെയൊക്കെ. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെല്ലാവരും ഞങ്ങളെ കുഞ്ഞിലേക്ക് തൊട്ട് ഇങ്ങനെ താലോലിക്കും. അങ്ങനെയുള്ളതാ. ഞങ്ങളൊന്നും അമ്മേനെ പോലെയാ. അപ്പൊ ആദ്യം അൻസു ഇത് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോ എല്ലാരെയും കോണ്ടന്റ് ചെയ്യാൻ വിളിക്കുമ്പോ എല്ലാവരുടെയും പ്രതികരണം ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഇത് സാറ് പറഞ്ഞ് ചെയ്ത്, സാർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സജഷൻ തന്ന്, എടി നീ ഇങ്ങനെ ചെയ്ത് നോക്കും. ഞാനപ്പോൾ റീൽസ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഫ്രെയിമിന്റെ മുന്നിലോട്ട് വരില്ല, ഫ്രെയിമിന്റെ ബാക്കിൽ നിന്നിട്ട് അങ്ങനത്തെ കുറച്ച് വർക്കൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാതെ മുമ്പ് നിന്നിട്ട് അഭിനയിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചേട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും വീഡിയോ വന്നിട്ടുണ്ട്. ഡയലോഗ് ഒന്നുമില്ല. ചേച്ചി വരും. ചേച്ചി ഈ ഫലൂഡ ബർഗർ അങ്ങനെയൊക്കെ മേടിച്ചു കൊടുത്ത് അവള് മറ്റേ വരും. പുഷ്പയുടെ വീഡിയോയ്ക്ക് ശ്രീവല്ലി എന്ന് അഭിനയിച്ച അവള് ബർഗർ മേടിച്ചു തരാന്ന് പറഞ്ഞാണ് അവൾ അത് അഭിനയിച്ചത്. ഇവരൊക്കെ എല്ലാവർക്കും ഭയങ്കര പടിയാ. ചേച്ചി സിനിമ അഭിനയിച്ചിട്ടുണ്ടായി, ഇപ്പൊ ഇല്ല. ഇപ്പൊ പഠിത്തം അങ്ങനെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈ വീഡിയോസ് കണ്ടിട്ടാണോ കൂടുതലും സിനിമയിൽ നിന്ന് കോൾസ് ഒക്കെ വരാറ്? അതിന് മുമ്പ് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ടും സിനിമയിൽ നിന്ന് കോളൊക്കെ വന്നിട്ടുണ്ട്. ഒരു വലിയ പടം ഉണ്ടായി, മറ്റേ മോഹൻലാൽ, മഹേഷ് നാരായണൻ, വലിയൊരു സാറിന്റെ പടത്തില്
ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ച് ഫോണിൽ കൂടെ തന്നെ എല്ലാം സെറ്റ് ആക്കുമായിരുന്നു. പക്ഷെ 18 വയസ്സായിരുന്നു വേണ്ടത്. പക്ഷെ എനിക്ക് 18 വയസ്സില്ലാത്തതുകൊണ്ട് 13 വയസ്സുള്ളത് കൊണ്ട് അത് എന്താ ക്യാൻസൽ ആയിപ്പോയി. അത് ആദ്യം വിളിച്ചത് അവിടുന്ന്. പിന്നെ പോത്തീസ് ഡിജോ സാറിന്റെ പോത്തീസ് എന്ന് പറഞ്ഞ ഒരു ആഡില് പോത്തീസിന്റെ ആഡിലോട്ട് വിളിച്ച്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പള്ളിച്ചട്ടമ്പി ടോവിനോ ചേട്ടന്റെ ഡിജോ ചേട്ടൻ തന്നെ ചെയ്യുന്ന പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ മൂവിലോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ കയ്യില് നിറയെ ഓഫറുകൾ വരാറുണ്ട്, ഒരുപാട് കോൾസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ഈ ഇടവേളകളിൽ എന്താ ചെയ്യാറ്? ഫ്രീ ടൈമില് അൻസു ചെയ്യാറെന്താ? ഫ്രീ ടൈം ഉണ്ടോ? ഫ്രീ ടൈം ഉണ്ടാവാറുണ്ടോ? സത്യം പറഞ്ഞില്ല, തിരക്കേറിയ എഡിറ്റിങ് അല്ലെങ്കിൽ പഠിത്തം കുറവാ. നല്ല എഡിറ്റിങ് വീഡിയോ ചെയ്ത് എഴുതൊക്കെയാണ് കണ്ടന്റ് ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ഏതാ പഠിക്കാൻ? ഹിന്ദി. ഓ സത്യം, എനിക്കും എനിക്ക് 10ാം ക്ലാസ്സിൽ ഹിന്ദി കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്റെ മാത്സ് പരീക്ഷ കഴിഞ്ഞതിനേക്കാൾ എനിക്ക് സന്തോഷം ഹിന്ദി കഴിഞ്ഞതിനായിരുന്നു. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? സോഷ്യൽ സയൻസ്. എന്റെ ഹിസ്റ്ററി. മാത്സാ? അപ്പൊ ചോദിച്ചേ. അല്ല, മാത്സ് എനിക്ക് പാടാ, എനിക്ക് മാത്സ് വേണ്ട. എനിക്ക് അതിനേക്കാളും പാട് ഹിന്ദിയായിരുന്നു. അല്ല, മാത്സ് ഇക്വേഷൻ പഠിച്ചാൽ പോരെ, ഇത് അതിന്റെ അത് വരുമ്പോ എഴുതിട്ടാ പോരെ. സോഷ്യലൊക്കെ പിന്നെ അതിന്റെ പാരഗ്രാഫ് പഠിക്കണ്ടേ. ഹിന്ദി കുഴപ്പമില്ലായിരുന്നു. ഹിന്ദി ഒന്നും പറയണ്ട, എനിക്ക് പേടി ഇത്തവണ. എന്താ ഞാൻ എഴുതിയിട്ടുണ്ട്, തോക്കത്തൊന്നും ഉണ്ടാവില്ല. എല്ലാവരും 8ാം ക്ലാസ്സിലൊക്കെ ചെയ്യിപ്പിക്കും. ഇവർക്ക് എ വേണം, ഫുൾ ഗ്രേഡ് എ വേണം. അപ്പൊ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഹിന്ദിയാണ്. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ളത് മാത്സ് ആണ്. എന്താ മാത്സ് ഇത്ര ഇഷ്ടം? മാത്സ് അതിന്റെ ആ സംഭവം മെയിനായിട്ട് എനിക്ക് ഇതുവരെ മാത്സ് പഠിപ്പിച്ച ടീച്ചേഴ്സും നമ്മുടെ ട്യൂഷനിലാണേലും ക്ലാസ്സിലാണേലും മനസ്സിലാവുന്ന രീതി പറഞ്ഞു തരും. പിന്നെ സംഭവം ഇക്വേഷൻ ഈ വരയ്ക്കുന്നത് കുന്തും അത് പിന്നെ ഓർത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് അത് വരുന്നതനുസരിച്ച് വരച്ചാൽ പോരെ. പിന്നെ ടീച്ചേഴ്സ് മാത്സിൽ കുറച്ച് ഓർമ്മ കുറവായിരുന്നു. അത് ഇക്വേഷൻ അത് ആ ടൈമിൽ പഠിച്ച് തലേദിവസം പഠിച്ചു നോക്കും. ആ ഇക്വേഷൻ പഠിച്ചിട്ട് ഇപ്പൊ A+B ബാക്കി അറിയില്ല. അങ്ങനെ ഇല്ലേ, അത് പഠിച്ചു വെച്ചാൽ അതിന്റെ നമ്പർ ഇട്ട് അങ്ങ് എഴുതാ പോരെ. സോഷ്യലൊക്കെ ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ വന്ന് അതിന്റെ ആൻസർ മറ്റേപോലെ എഴുതി വെച്ചില്ലെങ്കിൽ നമ്മൾ തള്ളി എഴുതാല്ലോ. ഞാനൊക്കെ എന്തൊക്കെ ഞാൻ പുതിയ വർഷമൊക്കെ ഉണ്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഹിസ്റ്ററി നടന്നിട്ടുണ്ടോന്ന് തന്നെ എനിക്കറിയില്ല. എനിക്ക് സോഷ്യൽ വരെ ആയുള്ളൂ. സോറി. സോഷ്യൽ സയൻസില് ഞാൻ തള്ളി എഴുതുന്നതുകൊണ്ട് എനിക്ക് സോഷ്യൽ സയൻസ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയാറ്? ടീച്ചേഴ്സ് ഒക്കെ കാണാറുണ്ടോ? ഉണ്ട്, അവരൊക്കെ നല്ല സപ്പോർട്ടാ. ഏത് സ്കൂളിൽ പഠിക്കണ? എനിക്ക് സെന്റ് ഇഗ്നേഷ്യസ് കാഞ്ഞിരമറ്റം. സെന്റ് ഇഗ്നേഷ്യസ് കാഞ്ഞിരമറ്റം. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയാറ് കാണുമ്പോ? ടീച്ചേഴ്സിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് ഓരോ വീഡിയോ കഴിഞ്ഞിട്ട് ആ വീഡിയോ കൊള്ളായിരുന്നു, മറ്റേ മിക്സറൊക്കെ എടുത്തോണ്ട് ആ വീഡിയോ അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാ. മറ്റേ ഡയറക്റ്റ് ചെയ്ത ചുരുൾ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണേലും ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു. ഞാൻ ആ ഷോർട്ട് ഫിലിം ഓൾറെഡി സിനിമ സ്കൂളിൽ കാണിച്ചായിരുന്നു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഒരു വർക്കിന് വേണ്ടി പോയേക്കണായിരുന്നു, ഒരു സിനിമയുടെ തന്നെ ഷൂട്ടിന്. എന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ തന്നെ അവരിങ്ങനെ ഓടി വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ട് കരഞ്ഞു പോയി, അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടാ. കൂട്ടുകാരും ഫ്രണ്ട്സും അവിടെയുള്ള സീനിയേഴ്സും ജൂനിയേഴ്സ് ഒക്കെ അവിടെ ഇങ്ങനെ ഫാനാന്നൊക്കെ പറഞ്ഞു വന്നു. ഓട്ടോഗ്രാഫ് ഒക്കെ ചോദിക്കാറുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. ഒരു കൊച്ചിങ്ങനെ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ ഒരു സൈൻ ഇട്ട് തരാന്ന് ചോദിച്ചാൽ വേറെ സൈനോ അല്ല ഓട്ടോഗ്രാഫ് ഓക്കെ എന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ ചേച്ചിന്റെ ബർത്ത്ഡേ എന്നെ ഒന്ന് വിഷ് എന്നൊക്കെ പറഞ്ഞ് കുറെ കൊച്ചുങ്ങളൊക്കെ വരുമായിരുന്നു. 5-6-5-5ാം ക്ലാസ് തൊട്ടാണ് അവിടെ ഉള്ളത്. കമന്റ്സ് ഒക്കെ നോക്കാറുണ്ടോ വീഡിയോസിന്റെ? കണ്ടതിൽ ഏറ്റവും നല്ല കമന്റ് ചെയ്താ? ഏറ്റവും സന്തോഷം തോന്നിയ അൻസുനെ കണ്ടിട്ട്? ശരിക്കും പറഞ്ഞാൽ ഒരു ഡിറ്റോ പോലെ ഇപ്പൊ പറഞ്ഞില്ലേ, എന്താ വലുതാകുമ്പോ വലിയൊരു സിനിമ നടിയാവും. ഇത് തന്നെ കുറെ പേര് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ പറയുമ്പോ അങ്ങനെ നെഗറ്റീവ് അല്ലാത്ത എല്ലാ കമന്റും എനിക്ക് ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. നെഗറ്റീവ് അല്ലാത്ത എല്ലാ കമന്റും ഇഷ്ടമാണ്. അത് പെട്ടെന്ന് അങ്ങ് ഇതാക്കുന്നില്ല. എല്ലാം വിളിച്ചിട്ട് പറയാം. ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നാട്ടുകാരെങ്കിലും വന്ന് എനിക്കും കൂടെ വേണം, എനിക്കും കൂടെ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അടുത്ത വീഡിയോക്ക് നമ്മളെ വിളിക്കോ, ക്യാരക്ടറിന്റെ വിളിക്കാവോ, അങ്ങനെയൊക്കെ ചെയ്യും. പഞ്ചായത്തിലുള്ള എല്ലാരും ആയോ വീഡിയോയില്? മിക്കപ്പോഴും അല്ല, മിക്കവാറും പഞ്ചായത്തിലെ മെമ്പറൊക്കെ ഉണ്ട്, വാർഡ് മെമ്പർ, അങ്ങനെ കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ട് ചേച്ചിയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്, മറ്റേ അഭിനയിപ്പിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാക്സിമം അവസരം കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൂടെ കിട്ടണ്ടേ. ഭാവിയിൽ സിനിമ അല്ലാണ്ട് എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹമുണ്ടോ? സിനിമയിൽ IPS ആവണമെന്ന് ആഗ്രഹമുണ്ട്. സിവിൽ സർവീസ് അതായിരുന്നു എനിക്ക് കുഴപ്പം. അത് ഇന്ത്യൻ പോലീസ് സർവീസ് ആണ്. IPS കിട്ടണമെങ്കിൽ സിവിൽ സർവീസിന്റെ എക്സാം എഴുതണം. UPSC പഠിച്ചിട്ടുണ്ടോ?
എനിക്ക് അങ്ങോട്ടേക്കില്ല. എനിക്ക് പണ്ടൊട്ട് വിജയുടെ പടം അങ്ങനെ കാണുന്നത് എനിക്ക് പോലീസാണെന്ന് ഭയങ്കര ഫൈറ്റ് ആക്കണം. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള നടനാരാ? വിജയാണോ? എനിക്ക് വിജയാണ് ഏറ്റവും ഇഷ്ടം. വിജയന്റെ ഏത് സിനിമ ഏറ്റവും ഇഷ്ടം? ദിലീപേട്ടൻ. വിജയന്റെ ഏത് സിനിമ ഏറ്റവും ഇഷ്ടം? എനിക്ക് അങ്ങനെ വെച്ചാൽ എനിക്ക് എല്ലാ പടം നല്ലോണം ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഫൈറ്റ് ഉള്ള ലിയോ അങ്ങനത്തെ കുറച്ച് പടം. എനിക്ക് ഓൾറെഡി ആക്ഷൻ കോമഡി പടമാണ് എനിക്ക് ഓൾറെഡി ഇഷ്ടം. അപ്പൊ ദിലീപേട്ടന്റെ CID മൂസ് അങ്ങനത്തെ ഒക്കെ പടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. മലയാളം പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം CID മൂസ് തന്നെ. വിജയ് സാറിന്റെ എല്ലാ പടം മാക്സിമം പടം എല്ലാം കാണാറുണ്ട്. ഏതെങ്കിലും ആക്ടറിനെ ആക്ട്രസിനെ കണ്ടിട്ട് ഇവരെ പോലെ ഇത്രയും നന്നായിട്ട് അഭിനയിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ അനുസിന്? എനിക്ക് ഉർവശി ചേച്ചി സിനിമ കണ്ടിട്ടുണ്ടോ? ഉർവശി ചേച്ചിന്റെ ഒക്കെ പണ്ടത്തെ സിനിമ? പണ്ടത്തെ അല്ല, എനിക്ക് ഇപ്പഴല്ല, കുറച്ച് നമ്മൾ ടിവിയിലൊക്കെ വീണ്ടും വീണ്ടും വരൂലേ, അങ്ങനെ സിനിമ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ ഒന്നും കണ്ടിട്ടില്ല, ഒന്നും അത്യാവശ്യം കാണാറുണ്ട്. എല്ലാവരും കുറെ പേര് പറയണ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉർവശി ചേച്ചിയുടെ അഭിനയമാണ് അടിപൊളി, എന്താ അതുപോലെയൊക്കെ അഭിനയിക്കണം, അങ്ങനെ നമ്മളിങ്ങനെ ഇത് വരുമല്ലോ. അതെ, ഉർവശി ചേച്ചി എല്ലാ റോളും നന്നായിട്ട് ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ്. അതെ 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 അങ്ങനെ ഒരു നടിയാവാനാണ് അൻസുന് ആഗ്രഹം. അപ്പൊ അൻസു ഡയറക്റ്റ് ചെയ്യും, എഡിറ്റ് ചെയ്യും, ക്യാമറ ആക്ട് എല്ലാം ചെയ്യും. അതിൽ ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും പിക്ക് ചെയ്യുക? എനിക്ക് ഡയറക്ഷൻ ആണ് ഇഷ്ടം. അപ്പൊ ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാ? അയ്യോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചേട്ടന്റെ പടം എനിക്കിഷ്ടം. കുട്ടികൾക്കെല്ലാം ഇഷ്ടം ബേസിലിനെയാണ്, ബേസിൽ ചേട്ടനെയാണ്. ഡയറക്ഷനില് എല്ലാം ഓളിമണ്ണാണ് തോന്നുന്നു. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് മിഠായി പോലെയാണോ അതോ ഇങ്ങനെ എന്താണോ നീ പറഞ്ഞു? മിഠായി ആണെങ്കിൽ ടോബ്ലറോൺ, ഫെറോറോ റോഷേഴ്സ്, കിൻഡർ ജോയ്. അല്ലാതെ എനിക്ക് കൊറേ ദിവസം ഒരേ ഫുഡ് തന്നെ കഴിച്ചു, ഒരാഴ്ച ഒരു ഫുഡ് തന്നെ കഴിക്കണം, ഏത് ഫുഡ് കഴിക്കും? ഒരാഴ്ച 3 നേരം ഒരു ഫുഡ് കഴിക്കണം, ഏത് ഫുഡ് തിരഞ്ഞെടുക്കും? ചോറാണ് എല്ലാ ദിവസവും കഴിക്കാറ്. അല്ല, ആഗ്രഹത്തിന് നല്ല മന്തി കിണ്ണങ്ങാച്ചി മന്തി മസാല ഒക്കെ പിടിച്ച് അതാണെങ്കിൽ ഒരാഴ്ച 3 നേരം കഴിക്കും. പിന്നെ അല്ലാണ്ട് എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടോ ചെയ്യാൻ ഇഷ്ടമുള്ള? എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ്. അത് പണ്ട് ഞാൻ ചെയ്യുന്നു. ഒരു ആപ്പിൾ പടം എനിക്ക് ഇപ്പോഴും വരച്ച ഓർമ്മയുണ്ട്. എനിക്ക് എന്നാ അത്ര നന്നായിട്ട് വരയ്ക്കാൻ അറിയില്ല, എന്നാൽ കുറച്ച് എനിക്ക് ആഗ്രഹമുണ്ട് വരയ്ക്കണം നല്ലോണം. പിന്നെ എനിക്ക് എഡിറ്റിംഗ് ആണ് കൂടുതൽ. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോ മറ്റേ സ്കൂളിലത്തെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വെക്കും. മറ്റേ ട്രാൻസാക്ഷൻ ഒക്കെ നല്ല ടക്ക് ടക്ക് നടിച്ചോണം അങ്ങനത്തെ. അപ്പൊ സ്കൂളിലെ സൂപ്പർ സ്റ്റാർ ആണ്, എഡിറ്റ് ചെയ്ത് കൊടുക്കും, എല്ലാവർക്കും അറിയാം. സ്കൂളിൽ മിക്ക ടീച്ചേഴ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, ഫ്രണ്ട്സും ചോദിക്കാറുണ്ട്. കലാതിലകമാണോ? കലോത്സവത്തിനൊക്കെ പോകുന്ന കലാതിലകം ആ കുട്ടിയാണോ? കലാതിലക കുട്ടി ചെറുതായിട്ട്. ഇപ്പോഴത്തെ സ്കൂളിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ സ്കൂളിൽ ആദ്യത്തെ വർഷമല്ലേ ഞാൻ, സെന്റ് ഫ്രാൻസിൽ ഓള് ഇങ്ങനെ മറ്റേ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കലാതിലകം അങ്ങനെ എന്താ പേര്, ഇവിടുത്തെ കിട്ടിയിട്ടുണ്ട്. ഓളിവണ്ണ് അങ്ങനെ എന്തൊരു സംഭവം കിട്ടിയായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അപ്പൊ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ഡയറക്ഷനാന്ന് പറഞ്ഞു. ഡയറക്ടറായിട്ട് ഏതെങ്കിലും ആക്ടറിനെ വെച്ച് അഭിനയിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? എനിക്കല്ല, ഒരാളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് നസ്ലിൻ ചേട്ടൻ, ബേസിൽ ചേട്ടൻ, അവരൊക്കെ ഡയറക്റ്റ് എനിക്ക് അറിയത്തില്ല, എന്നാലും ആഗ്രഹം പറയാം. മാത്യു ചേട്ടൻ, അവരെയൊക്കെ വെച്ച് ഡയറക്ഷൻ ചെയ്ത ഒരു സിനിമ എടുക്കാൻ. മമിത ചേച്ചി, നീല ചേച്ചി, അങ്ങനെ അനശ്വര ചേച്ചി, അവരെല്ലാം ഇഷ്ടമാണ്. അവരെ വെച്ച് പടം എടുക്കാൻ ആഗ്രഹമുണ്ട്. പറ്റും. എന്തായാലും 10ാമത്തെ വയസ്സിലല്ലേ ഫസ്റ്റ് ഫിലിം ഡയറക്ട് ചെയ്തേ? 10ാമത്തെ വയസ്സ്. ഏതെങ്കിലും വീഡിയോ ചെയ്ത് ഔട്ടൊക്കെ ഇറങ്ങി ഇട്ടു, അതിനുശേഷം വേണ്ടായിരുന്നു തോന്നിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വേണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല. ചെയ്യുന്ന എല്ലാം ഇഷ്ടമാണ്. പറഞ്ഞോ, ആത്മാർത്ഥതയോടെ ചെയ്യുന്നേ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം ഇഷ്ടത്തോടെ തന്നെ ചെയ്യുന്നത്. നെഗറ്റീവ് ആൾക്കാർക്ക് അങ്ങനെ തോന്നണം, അവർക്കിപ്പോ നെഗറ്റീവ് ആയിട്ട് തോന്നണമെങ്കിൽ അത് അവരുടെ മൈൻഡ് അനുസരിച്ചല്ലേ ഇരിക്കുക. പോസിറ്റീവ് വന്നവർക്ക് പോസിറ്റീവ്, അത്രേ ഉള്ളൂ. കറണ്ട് ട്രെൻഡിനനുസരിച്ച് വീഡിയോ ചെയ്യണ്ടല്ലോ. ഞാൻ മറ്റേ മാർക്കോടതും ദൃശ്യത്തിന്റെയും കണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കൊലപാതകം ഉണ്ടായില്ലേ, മറ്റേ ഒരു ചേട്ടൻ, കൊലപാതകം. അതിന്റെ മെയിൻ ആയിട്ട് ന്യൂസിലൊക്കെ വന്നത് മാർക്കോ അങ്ങനത്തെ കുറെ സിനിമ കാരണമാണ്. അത് ശരിക്കും പറഞ്ഞ ലഹരിയാണല്ലോ അതിന്റെ കാരണം. അപ്പൊ ഇത് വെച്ച് സാറ് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ച്, എന്താ ഇത് ഇങ്ങനത്തെ ഇത് ഇങ്ങനെ ഉണ്ട്, അതങ്ങനെ ചെയ്യാൻ പറ്റുമോ നിനക്ക്? അത് കുറച്ച് റിസ്ക് ആണ്, എന്നാലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് ചെയ്തതാണത്. അപ്പൊ അത് ഉണ്ണിമോഹൻ സാറൊക്കെ സ്റ്റോറി ഒക്കെ ഇട്ടായിരുന്നത്. അപ്പൊ എനിക്കൊന്നു
അമ്മ ഭയങ്കര സപ്പോർട്ടാണല്ലേ. ഇവിടെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ ആന്റിയാണ്. അപ്പൊ അച്ഛനും അമ്മ സപ്പോർട്ട് ഇല്ലാണ്ട് എന്തായാലും ഇതുവരെ എത്തില്ലല്ലോ. ഇല്ല. അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ്. ഫാമിലി നല്ല സപ്പോർട്ട്. ഫാമിലിയില് അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, ഞാന് പിയോട്ടു പട്ടികള്. ഞങ്ങളെല്ലാരും ഭയങ്കര സപ്പോർട്ട്. 7 പേരടങ്ങുന്ന ഒരു വലിയ കുടുംബമാണ്. അതെ, ജോയിന്റ് ഫാമിലിയാ. പട്ടിയും പൂച്ചയും ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്. മെയിൻ ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് സാറാണ്. സാറ് കഴിഞ്ഞാൽ അമ്മയായിരിക്കും, അമ്മ കഴിഞ്ഞാൽ പപ്പ, പപ്പ കഴിഞ്ഞാൽ ചേച്ചി, ചേച്ചി കഴിഞ്ഞാൽ ചേട്ടൻ, അതുകൊണ്ട് തന്നെ പട്ടിയും പൂച്ച. അങ്ങനെ എല്ലാവരും നല്ലോണം സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിലെങ്കിൽ ഞാൻ നിൽക്കില്ല. അപ്പൊ ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും കോണ്ടന്റ് ഒക്കെ ഉണ്ടോ? ഇനി ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യണം, ഇന്ന കാര്യമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടോ? ആഗ്രഹമില്ല, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വന്നതാ. അങ്ങനെ ആഗ്രഹമില്ല, ചെയ്യണം. കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യണമെന്നുണ്ട്. ആദ്യം തൊട്ട് 1 വർഷമായിട്ട് എഡിറ്റ് ചെയ്യുന്ന അൻസു തന്നെയാണോ? ഞാൻ അല്ല, ഞാനിങ്ങനെ എന്താ പറയാ, പണ്ടൊക്കെ ഞാൻ ഓൾറെഡി ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ ചെറുതായിട്ട് കിങ് മാസ്റ്ററിൽ അങ്ങനത്തെ ആ പഴയ ആപ്പിലൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പഠിച്ച് തന്നെയാണ് ഞാൻ കുഞ്ഞിലോട്ട്. ഇത് ബേസ് അല്ലാതെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു. എന്റെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ചെയ്ത് കൊടുക്കും, ഡാൻസിന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യും. അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. അൻസുവിന്റെ ഏജിലുള്ള കുട്ടികൾക്ക് പൊതുബോധം കുറവാണെന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പറയുമല്ലോ. പക്ഷെ നമ്മൾ ശരിക്കും സ്കൂളിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. എല്ലാവരും എല്ലാം അവെയർ അല്ലേ? എല്ലാവരും, എന്റെ നിഗമനം അനുസരിച്ച് എല്ലാവരും അത്യാവശ്യം അവർക്ക് അറിയാം എന്തൊക്കെയാ നല്ല ചീത്ത. എല്ലാരും പറയുന്ന പോലെ ആൽഫയല്ലേ, ജെന്ന ആൽഫയല്ലേ? ആൽഫയാണോ? ജെൻസി മാത്രം എനിക്കറിയാം. ഞാനാ ജെൻസി. ആണോ? ഞാൻ ജെൻസിയാ. ഏത് വർഷം ജനിച്ചേ? 2011. ആൽഫ 11. ആൽഫ എന്നാ എനിക്ക് തോന്നുന്നു. ഞാൻ എവിടെ കണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് ജെൻസി വേർഡ്സ് മാത്രം സ്കിബിഡിലേക്ക് അങ്ങനത്തെ അറിയും. സ്കിബിഡി അങ്ങനെയൊക്കെ അങ്ങനെ വെച്ച് വീഡിയോസ് ചെയ്തിട്ടില്ലേ? സ്കിബിഡിയോ? സ്കിബിഡി പൂക്കി. അതൊന്നും എന്താ ട്രൈ ചെയ്യാത്ത? സ്കിബിഡി ചെയ്തില്ല. ചെയ്യണം. കണ്ടിട്ട്. അപ്പൊ ജെന്ന ആൽഫയാണല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ തുടങ്ങുന്നത് സ്മാർട്ട് ഫോണിന്റെ എറയിലാണ്. നിങ്ങൾ അത് ഏടെ എറയിലാണ് നിങ്ങളുള്ളത്. അപ്പം എല്ലാവരും ഇങ്ങനെ പറയുമല്ലോ, നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അതറിയില്ല, ഇതറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ അത് മിസ് ചെയ്തു, ഇത് മിസ് ചെയ്തു, അങ്ങനെയൊക്കെ പറയില്ലേ, ഇന്ന കാലം മിസ് ചെയ്തു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാ ഈ പണ്ടത്തെ ഇപ്പൊ എന്റെ ഏജിലൊക്കെ ആണെങ്കിൽ ഈ മണ്ണിൽ കളിക്കുന്ന അതൊന്നും ഇല്ലെന്നാണ് മിക്കവരും പറഞ്ഞത് കേട്ടിട്ടുള്ളത് ഞങ്ങളുടെ പ്രായത്തിന്. പക്ഷെ ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. മണ്ണപ്പോ കഞ്ഞിനും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ കളിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും വിചാരം ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ല കേട്ടോ. എല്ലാവരും ചിലവർക്ക് അറിയത്തിലുണ്ടാവില്ല, അറിയാവുന്നവരും ഉണ്ട്. അതെല്ലാരും കൂടെ മനസ്സിലാക്കണം. അതെ, ഞങ്ങൾക്കും എല്ലാം അറിയാം. എല്ലാരും അറിയില്ല, അത്യാവശ്യം അറിയാം. അൻസുവിന് ക്രിയേറ്റീവായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ അവസരം തരാം. നമ്മളിപ്പോൾ ഇവിടെ വെച്ച് ക്രിയേറ്റീവായിട്ടൊരു വീഡിയോ ചെയ്യാൻ അൻസുവിന് അവസരം തരാണ്. അൻസു പെട്ടെന്ന് ഏതൊരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യും? ഇപ്പൊ പറഞ്ഞോണ്ട് ജെൻസി എടുക്കാം. എന്താ സ്കിബിഡി പൂക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നിട്ട് ഇന്ന കണ്ടന്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാറില്ലേ? ഇന്ന കണ്ടന്റ് ചെയ്യോ? കുറച്ചും കൂടെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ സീരിയസ് ആയിട്ട് എനിക്കത് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആണെങ്കിൽ ഞാൻ സാറിനോട് പറയും, അപ്പൊ അത് ഡെവലപ്പ് ആക്കും. അല്ലാതെ എല്ലാം ഒന്നും അങ്ങനെ ഇതാക്കാറില്ല. എന്നാലും നോക്കും, എല്ലാരും പറയണത് കാര്യങ്ങൾ കേൾക്കും. അങ്ങനെ അതിലൊന്ന് ഏതാണോ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. അങ്ങനെയൊക്കെ ഒരുപാട് കൗണ്ടർ പറഞ്ഞു. ഇപ്പൊ സംസാരിക്കുമ്പോഴേ അത്യാവശ്യം കൗണ്ടർ പറഞ്ഞു. ഇതൊന്ന് കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല വീഡിയോയില്. ഒരുപാട് കൗണ്ടർ ഒക്കെ പറയും. അപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല വർത്താനാണല്ലോ എന്നൊക്കെ? വീഡിയോ എന്താ ഇങ്ങനെ എന്റെ സൗണ്ട് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ സൗണ്ട് പാട്ട് പാടുന്നതിന് അത്ര നല്ലല്ലെന്നാണ് എന്റെ നിഗമനം. അയ്യോ വേണ്ട എന്നൊരു റൈം പാടിക്കോ? സ്കൂളിലല്ലേ പഠിക്കണം, ഇതൊക്കെ പാടിക്കോ? അയ്യോ എനിക്കൊന്നും അറിയില്ല, അത് ഞാൻ മറന്നുപോയി. റാപ്പ് സോങ്സ് ഇഷ്ടമാണല്ലേ? ഇഷ്ടാണ്. ആരാ ഇഷ്ടം? എന്താ മലയാളികളാണോ വേറെ ലാംഗ്വേജിലുള്ളവരുടെ ഒക്കെയാണോ കേൾക്കുന്നത്? എനിക്ക് ഡാബ്സിയുടെ ഇഷ്ടമാണ്.
സുഷിൻ ശ്യാം ട്രാപ്പ് ചിലതൊക്കെ ഇറക്കാറുണ്ടല്ലോ, അത് ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും ഇഷ്ടം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആയിരുന്നു. ആണെങ്കിൽ ഒരു പാട്ട് പാടിക്കോ. അയ്യോ എനിക്ക് അറിയില്ല, ഇത് മാറ്റൂല. ഞാൻ വേണ്ട, ശരിയാവില്ല. വേണ്ട. റെഡി 3 2 റെഡി 1 2 3 സ്റ്റാർട്ട്. क्यों तूने मेरी फुर्सत की, क्यों दिल में सारी दुनिया से जीत की मैं आया हूँ इधर, तेरे आगे ही मैं हारा किया तूने क्या असर, मैं दिल का राज कहता हूँ कि जब जब सांसें लेता हूँ तेरे ही नाम लेता हूँ ये तूने क्या किया. അൻസുനൊരു നിറഞ്ഞ കയ്യടി. മോണാക്ടോ കഥാപ്രസംഗോ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ എല്ലാം ചെയ്യാറുണ്ട്. കഥാപ്രസംഗം കഥാപ്രസംഗം ഇപ്പൊ ചെയ്യോ? ഫസ്റ്റ് കുറച്ച് തന്നെ. ഓക്കെ. പ്രിയമുള്ള കലാസ്നേഹികളെ, കോടാനുകോടി നക്ഷത്ര ജാലങ്ങൾക്കിടയിൽ ജീവനെ താങ്ങി നിർത്തുന്ന പ്രപഞ്ചത്തിലെ ഒരു ചെറിയ കഷ്ണം, നാം അതിന് മണ്ണെന്ന് പേരിട്ടു. ബാക്കി പറഞ്ഞുപോയി. ഓക്കെ. അപ്പോൾ ഈ വീഡിയോസിലെല്ലാം ഒരുപാട് ഡയലോഗ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എത്ര ടേക്ക് പോകാറുണ്ട്? പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഡയലോഗ് മാത്രം വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3 ടേക്കും കൊണ്ട് നമുക്ക് ഡയലോഗ്, വലിയ ഡയലോഗ് ആണെങ്കിൽ ഡയലോഗ് മാത്രം മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എക്സ്പ്രഷൻ, മോഡുലേഷൻ എല്ലാം ശ്രദ്ധിക്കുന്നതുകൊണ്ട് അതിലും കൂടുതൽ ടേക്ക് പോകും. നമ്മൾ മാക്സിമം എന്തോരം ബെറ്റർ ആക്കാൻ നോക്കാൻ പറ്റും. നമ്മുടെ മാക്സിമം, എന്റെ മാക്സിമം എന്തോരാണോ അതുവരെ ഞാൻ എടുപ്പിക്കും. സാറ്റിസ്ഫൈ ആവുന്നതുവരെ എടുപ്പിക്കും. അമ്മ പറയും മതി മതി എന്ന് പറയും. പക്ഷെ ഒരു ഇത് കിട്ടണം. ഞാനൊരു ഡയലോഗ് കാണുവാണെങ്കിൽ എനിക്കിത് ഇത്ര വരെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു മൈൻഡിലൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലോ. അതുവരെ എന്തോരം വരെ എത്തുമോ അവിടം വരെ ചെയ്യും. അപ്പോൾ ഈ വേറെ അഭിനയിക്കാനൊക്കെ ആൾക്കാർ വരുമല്ലോ, അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ടോ ഡയലോഗ് ഭയങ്കര വലുതാ അങ്ങനെയൊക്കെ? അതോ അവരും പെട്ടെന്ന് പഠിച്ച് അവര് കാണാൻ പഠിക്കുമല്ല, ജസ്റ്റ് ഇങ്ങനെ അത് കണ്ട് 2-3 എണ്ണം വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഓൾറെഡി അത് എന്താ ചെയ്യാനതിന്റെ തൊട്ട് മുമ്പ് തന്നെ സ്ക്രിപ്റ്റ് കൊടുത്ത് കാണിക്കും. അവരുടെ ഡയലോഗ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് ജസ്റ്റ് ഇത് ഇങ്ങനെ മനസ്സിൽ വായിച്ച് അവരത് മനസ്സിലാക്കി ചെയ്യും. എല്ലാരും അങ്ങനെ. അൻസുനെ കുറെ പേർക്ക് അറിയുന്നുണ്ട് എന്ന് തോന്നിയ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരു സന്ദർഭം? ഞാന് ശരിക്കും പറഞ്ഞാൽ വേളാങ്കണ്ണി ഞാൻ പോയേ. അന്ന് ഞാൻ വേളാങ്കണ്ണി പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചില്ല. ഷൂട്ടിന്റെ എൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിന് വേണ്ടി തന്നെ പോയതാ. വേളാങ്കണ്ണി പോയപ്പോൾ പെട്ടെന്ന് ഒരു ചേട്ടൻ കൂടി വന്നിട്ട് ഫോട്ടോ എടുക്കാന്ന് വെച്ചു. ചേട്ടനൊന്നും പറഞ്ഞില്ല. ഞാനെ പേടിച്ചു. വേളാങ്കണ്ണി തമിഴന്മാർ അങ്ങനെ കുറെ പേരുണ്ട്. ഞാൻ പേടിച്ചു. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ചിരിച്ച ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ നോക്കി പറഞ്ഞ് ഞാൻ വലിയ ഫാനാട്ടോ, മോളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. എന്തോ ഇംഗ്ലീഷിലാ പറഞ്ഞത്. എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ലാംഗ്വേജ് അറിയില്ലെങ്കിലും പക്ഷെ അടിപൊളിയാണ്, എക്സ്പ്രഷൻ അതൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞ്. പിന്നെ ഇപ്പൊ ഇവിടെ ചുമ്മാ കലോത്സവത്തിന് ചെല്ലുമ്പോ തന്നെ കുറെ ചേച്ചിമാരും ചേട്ടന്മാരും അനിയത്തിപ്പനും കൊച്ചുങ്ങളും എല്ലാവരും വന്നിരിക്കുന്ന പറയും. അതിനെ വന്ന് പറയാറുണ്ട്, എന്താ വീഡിയോ ചെയ്യുന്നതല്ലേ, ഇൻസ്റ്റയിലുള്ളതല്ലേ, അത് അവിടെ ഉള്ളതല്ലേ ഇവിടെ ഉള്ളതല്ലേ പറയുമ്പോഴത്തേക്കും എന്ന് പറയും. എന്നിട്ട് അടിപൊളിയാണ്, വീഡിയോസ് അടിപൊളിയാണ്. കുറെ പേര് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകും. അന്ന് ഇതേപോലെ തന്നെ ഒരു ഫൺ ടോക്കിന് വേണ്ടിട്ട് ഞങ്ങള് എവിടെയായിരുന്നു, എന്താ മനോരമയാ, കായട ഫെസ്റ്റ് ആണോ? ഫെസ്റ്റില് പോയപ്പോ അവിടെയും കുറെ പേര് വന്നായിരുന്നു. കുറെ പേര് ഫോട്ടോ എടുത്ത്, കുറെ പേര് പറഞ്ഞു. എല്ലായിടത്തും പറയുന്നുണ്ട്. വളർന്നു വരുന്ന നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. നല്ലൊരു ഡയറക്ടർ ആയോ നല്ലൊരു സിനിമക്കാരി ആയി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നന്നായിട്ട് തന്നെ പഠിച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ട് വളർന്നു വരട്ടെ. ഇനി എന്തെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അത് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. അന്നത്തേക്ക് ഓൾ ദ ബെസ്റ്റ്. അന്നത്തേക്ക് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം.